നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. പാർട്ടിയിൽ വിഭാഗീയത തുടരുന്നുവെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ട്. ഒരു കൂട്ടം സഖാക്കളിൽ ഇപ്പോഴും വിഭാഗീയ പ്രവണതയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ കീഴ്ഘടകങ്ങളിലെത്തി വിഭാഗീയത പരിഷ്കരിക്കണമെന്നും നിർദ്ദേശം. ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും സംഘടനാ റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ നടപടിയുണ്ടാകും. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപനം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടികളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചതിൽ CPIMന് കൊല്ലം കോർപ്പറേഷൻ പിഴയിട്ടു. 3.5 ലക്ഷം രൂപ പിഴയടക്കണമെന്ന് കാണിച്ച് CPIM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെയും കണ്ടെത്തി. ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനിടെ മുംബൈ ലോനാവാലയിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. കേരള പോലീസ് മുംബൈയിലെത്തി. പൂനെയിലെ കെയർ ഹോമിലുള്ള കുട്ടികളെ നാളെ നാട്ടിലെത്തിക്കും. മുൻ പത്തനംതിട്ട SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകിയത്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് PV അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന്. സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ 1-ാം പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു. താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഷുഹൈബിനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച സമർപ്പിക്കും. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ തെളിവെടുപ്പ് വൈകിയേക്കും. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ് നടത്തുക. പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീണ അഫാൻ കല്ലറ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. പാലക്കാട് ഒറ്റപ്പാലത്ത് CPIM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. മുക്കുപണ്ടം പണയം വെച്ച ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ 45 ലക്ഷം രൂപ തട്ടിയെടുത്തു. മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളായ 3 പേർക്കുമെതിരെയാണ് കേസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെ. SDPIക്കെതിരെ നടപടി കടുപ്പിക്കാൻ ED. കഴിഞ്ഞ ദിവസം രാജ്യത്തെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ PFIയുമായി ബന്ധപ്പെട്ടതിന്റെ നിരവധി രേഖകളാണ് EDക്ക് ലഭിച്ചിട്ടുള്ളത്. SDPIക്കെതിരെ അന്വേഷണവുമായി NIAയും എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ജഡ്ജിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി അഭിഭാഷകയെ അപമാനിക്കും വിധം സംസാരിച്ചുവെന്ന ആരോപണം. ജസ്റ്റിസ് ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷക അസോസിയേഷൻ. വിഷയം ചർച്ച ചെയ്യാൻ അസോസിയേഷൻ പ്രസിഡന്റിനെ വിളിപ്പിച്ച് ചീഫ് ജസ്റ്റിസ്. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രണ്യ റാവു കസ്റ്റഡിയിൽ. 3 ദിവസത്തേക്കാണ് നടിയെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ ഭർത്താവും അന്വേഷണ പരിധിയിൽ. പ്രമുഖ ആർക്കിടെക്ട് ജതിൻ ഹുക്കേരിയെ ചോദ്യം ചെയ്യും. രണ്യ റാവു സ്വർണ്ണക്കടത്ത് ശൃംഖലയിലെ ചെറിയൊരു കണ്ണിയെന്ന DRI. ഉത്തരാഖണ്ഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ട്രക്കിംഗ്, ബൈക്ക് റാലി, പ്രസംഗ സമ്മേളനം എന്നിവ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെസ്റ്റ് ബാങ്കിൽ 1 മാസത്തിലേറെയായി ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ചതായി ഇസ്രായേൽ. നിർമ്മാണ തൊഴിലാളികളായ 10 പേരെയാണ് ഇസ്രായേൽ അധികൃതർ കണ്ടെത്തി തിരികെ ടെൽ അവീവിൽ എത്തിച്ചത്. മോചിതരായവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US-ൽ നിന്നും നാടുകടത്തിയ ഇന്ത്യക്കാരിൽ 11 പേർക്ക് EDയുടെ നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും ആളുകളെ ഡങ്കി റൂട്ടുകൾ വഴി US-ലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED സമൻസ് അയച്ചത്. പഞ്ചാബ് സ്വദേശികളായ 10 പേർക്കും ഒരു ഹരിയാന സ്വദേശിക്കുമാണ് ED നോട്ടീസ് നൽകിയത്. അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്നത് നിർത്തി US. കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഉയർന്ന ചെലവാണ് നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള കാരണം.
പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. താൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ശബ്ദ സന്ദേശത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. അതേസമയം മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ തുടരുകയാണെന്നും രക്തപരിശോധനാ ഫലങ്ങളും തൃപ്തികരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഈ വർഷത്തെ സമാധാന നൊബേലിനായി വ്യക്തികളെയും സംഘടനകളെയും ഉൾപ്പെടെ 300ഓളം പേരെ നാമനിർദ്ദേശം ചെയ്തതായി നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പട്ടികയിലുണ്ടെന്നാണ് വിവരം. 244 വ്യക്തികളും 94 സംഘടനകളും ഉൾപ്പെടെ 338 നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ ലഭിച്ചത്. ദുബായ് ഭരണാധികാരിക്ക് എമിറേറ്റ്സ് ഹോളി ഖുറാൻ പുരസ്കാരം. ഖുറാൻ പഠനത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ദുബായ് അൽ ഖവനീജിൽ നടന്ന ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഖുറാൻ പ്രത്യേക പതിപ്പും രാഷ്ട്ര നേതാക്കളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. എലോൺ മസ്കിന്റെ മാർസ് റോക്കറ്റ് പ്രോഗ്രാമിന്റെ പരീക്ഷണമായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചു. സ്റ്റാർഷിപ്പ് എഞ്ചിനുകൾ വിച്ഛേദിക്കപ്പെട്ട് അനിയന്ത്രിതമായി കറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പൊട്ടിത്തെറിയിൽ തെക്കൻ ഫ്ലോറിഡയിലെയും ബഹാമസിലെയും ആകാശത്ത് തീ പിടിച്ച അവശിഷ്ടങ്ങൾ പടർന്നു. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസിന്റെ IM-2 ദൗത്യത്തിന്റെ ഭാഗമായ അഥീന ലാൻഡർ ചന്ദ്രനിൽ പറന്നിറങ്ങി. അഥീന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ US-ൽ നിന്നുള്ള 3ാമത്തെ സ്വകാര്യ ലാൻഡറാണ് അഥീന. US സൈന്യവുമായി സംയുക്തമായി നടത്തിയ ലൈവ് ഫയർ അഭ്യാസത്തിനിടെ 2 ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ സ്വന്തം രാജ്യത്ത് ബോംബുകൾ വർഷിച്ചു. വീടുകൾക്കും ആരാധനാലയത്തിനും മുകളിലാണ് ബോംബുകൾ പതിച്ചത്. സ്ഫോടനത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ നൽകിയ അടിയന്തര അപേക്ഷ തള്ളി US കോടതി. കൈമാറ്റം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് റാണയുടെ ആവശ്യം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റാണ അമേരിക്കയിൽ ജയിലിലാണ്. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ്. ഫോണിലേക്ക് വരുന്ന വാട്സാപ്പ്, ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകമായ ശമ്പളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണിവ. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുബായിൽ വാഹനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ദുബായ് പോലീസ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ചിരിക്കണം. ഇത് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം മമ്പാട് എളമ്പുഴയിൽ പട്ടാപ്പകൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. രാവിലെ 10 മണിയോടെ എളമ്പുഴ സ്വദേശി ബിനേഷാണ് പുലിയെ കണ്ടത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് എടക്കോട് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുലിയെ കണ്ടതായി പറയുന്ന ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ ഇത് പുലി തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെടുങ്കണ്ടം ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരുന്തേനീച്ചകളുടെ കുത്തേറ്റത്. കൃഷിയിടത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനായി പോയപ്പോഴായിരുന്നു ആക്രമണം. എറണാകുളം നോർത്ത് പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ബൈക്ക് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ബൈക്കിന്റെ ഹാൻഡിലിൽ തട്ടി ഉദ്യോഗസ്ഥർ റോഡിലേക്ക് വീണു. സംഭവത്തിൽ സർക്കിൾ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മലപ്പുറം കുമരനെല്ലൂരിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിൽപ്പനയോ ഉപയോഗമോ കണ്ടാൽ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു. കൊല്ലം ചടയമംഗലത്ത് 10 ഗ്രാം കഞ്ചാവും 4 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി മുഹമ്മദ് ബിലാലാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്.
തൃശൂർ പുളിയിലപ്പാറയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിയയാൾ പിടിയിൽ. പുളിയിലപ്പാറ സ്വദേശി ഷിജുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 6 ലിറ്റർ മദ്യവും കണ്ടെടുത്തു. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗ് തുടരുമെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ്. മർദ്ദനം കോഡൂരിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയതിന് പിന്നാലെ പരിക്കേറ്റ ലത്തീഫ് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി ബസ്സിലെ 3 ജീവനക്കാർ കസ്റ്റഡിയിൽ. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഷൈനിയും മക്കളായ അലീനയും ഇവാനയും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഭർത്താവ് നോബിക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി ഷൈനിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് കാണാതായ 75-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. വലിയ കൊല്ലിയിലെ ജാനുവിനെ കാണാതായി 7 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലാണ് മൃതദേഹം. കൊല്ലം പരവൂരിൽ പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പരവൂർ സ്വദേശിയായ ഹേമന്ത് ജയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. കോളേജിലെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങും വഴിയാണ് അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. തൃശൂർ കൊരട്ടിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. കോതമംഗലം സ്വദേശി ജയ്മോൻ, മകൾ ജോയന എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റ് 3 പേരെ പരിക്കുകളോടെ കറുകുറ്റിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്തു നിന്നും പാലക്കാട്ടേക്ക് പോകും വഴി നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. കല്ലൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്കായിരുന്നു മരണം സംഭവിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ കാൽ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിയന്ത്രണം തെറ്റിയ കാർ കലുങ്കിലിടിച്ചു. 5 തെങ്ങ് മൂടിന് സമീപമാണ് സംഭവം. അപകടത്തെ തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. കട്ടക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മേത്തല സ്വദേശിയായ സ്ത്രീയെ പീഡിപ്പിച്ച ഊഴത്തുകടവ് സ്വദേശി നഹാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസാധ്യാപകൻ അറസ്റ്റിൽ. കുഴിക്കാട്ട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ സലീം മുസ്ലിയാറാണ് അറസ്റ്റിലായത്. 10 വയസ്സുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി മാതാപിതാക്കളോട് വിവരം പറഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. പോക്സോ നിയമപ്രകാരം പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിൽ ബസ്സിൽ യാത്രക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ചയാൾ അറസ്റ്റിൽ. അമ്പലപ്പുഴ റഹ്മത്ത് മൻസിലിൽ മാഹിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. KSRTC ബസ്സിൽ MC റോഡ് ജംഗ്ഷൻ ഭാഗത്ത് വെച്ചാണ് അതിക്രമം കാണിച്ചത്. സബ് ഇൻസ്പെക്ടർ റിൻസം തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൊല്ലം പുനലൂരിൽ അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 37 ലക്ഷം രൂപയുമായി യുവാവ് പിടിയിൽ. പത്തനാപുരം കുണ്ടയം സ്വദേശി ഷാഹുൽ ഹമീദാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത്. കൊല്ലം ഓച്ചിറ ടെമ്പിൾ റോഡിൽ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം. കെട്ടിടത്തിനുള്ളിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപത്തെ കടയുടെ തിണ്ണയിൽ കിടന്നവർ ഓച്ചിറ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് ബദിയടുക്കയിൽ ഇലക്ട്രോണിക്സ് കടയിൽ വൻ തീപിടുത്തം. മുഹമ്മദ് പെർഡാലയുടെ ഉടമസ്ഥതയിലുള്ള FMB സർവീസ് സെന്ററിനാണ് അഗ്നിബാധയുണ്ടായത്. വിവരമറിഞ്ഞ കാസർഗോഡ് നിന്നും എത്തിയ ഫയർഫോഴ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
തൃശൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പ്രതികളായ അരുവിക്കര സ്വദേശി ആൽബിൻ, മുഹമ്മദ് സ്വാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് സ്വദേശി നവീനെയാണ് പോലീസ് പിടികൂടിയത്. സിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നവീൻ. തിരുവനന്തപുരത്ത് വ്യാപാരിക്ക് നേരെ സംഘം ചേർന്ന ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആര്യനാട് ശ്രീ വരാഹം ട്രേഡേഴ്സ് ഉടമ C. അജേഷാണ് 3 പേർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി നൽകിയത്. ആര്യനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് പോലീസ് കേസെടുത്തത്. തൃശൂരിൽ ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും ചക്കാട്ടി തോമസ് കൊലപാതക കേസിലെ പ്രതിയുമായ പ്രമോദിനെ കാപ്പ ചുമത്തി തടവിലാക്കി. കൊലപാതക കേസിൽ ജാമ്യത്തിന് ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ റെസിഡന്റ് തസ്തികകളിൽ മാർച്ച് 10-ന് അഭിമുഖം നടക്കും. MBBS യോഗ്യതയും TCMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം കെൽട്രോണിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. SSLC, +2, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ജില്ലാ ഭരണകൂടവും സന്നദ്ധ സംഘടനയായ കെയർ ഫോർ ആലപ്പിയും ചേർന്ന് ഭിന്നശേഷിക്കാരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്താൻ സായുജ്യം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണ സ്റ്റാളുകൾ വിതരണം ചെയ്തു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കെയർ ഫോർ ആലപ്പി ചെയർമാൻ ബ്രിഗേഡിയർ CV അജയ് അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മലപ്പുറം കുമ്പിടി പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി VK കടവ് മുതൽ കുമ്പിടി വരെയുള്ള റീടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. 3,11,00,000 രൂപ ചിലവഴിച്ചാണ് കുമ്പിടി ജില്ലാ അതിർത്തി മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് റീടാറിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം കാളിപ്പാറ ശുദ്ധജല പ്ലാന്റിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി മതിൽ തകർന്നു. 10ഓളം പേരുടെ പുരയിടത്തിലൂടെയാണ് വെള്ളവും കരിങ്കല്ലുകളും കുത്തിയൊലിച്ചെത്തിയത്. 36 MLD പ്ലാന്റിലാണ് കപ്പാസിറ്റിയിലധികം വെള്ളം പമ്പ് ചെയ്തതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അജിത് പഴവൂർ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCCയുടെ റംസാൻ ഫണ്ട് കാസർഗോഡ് CH സെന്ററിന് കൈമാറി. ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി C. കരീം സിറ്റി ഗോൾഡിന് കൈമാറിയത്. മലപ്പുറം തൃത്താല മണ്ഡലത്തിൽ പറക്കുളത്തെ വ്യവസായ പാർക്കിലെ സ്ഥാപനങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. മാലിന്യ സംസ്കരണ സംവിധാനവും ശരിയായ രീതിയിലല്ലെന്നും ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ അന്വേഷണം നടത്തണമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. പറക്കുളത്തെ വ്യവസായ വകുപ്പിന്റെ അനുമതിയോടെ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ആനയിറങ്കൽ ഡാം തുറന്നു. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്കൽ. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്.
തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാകായികമേള മഴവില്ലഴക സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കലാകായികമേളയിലെ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ അഡ്വക്കേറ്റ് DK മുരളി MLA വിതരണം ചെയ്തു. ആലപ്പുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വാർഷിക പദ്ധതി അംഗീകാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പങ്കെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് പുതിയ പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി പറഞ്ഞു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ അസംഷൻ ഓട്ടോണോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ദേശീയ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം സമാപിച്ചു. മികച്ച ഹ്രസ്വചിത്രമായി എ $1 മില്യൺ ക്വസ്റ്റ്യനെയും മികച്ച സംവിധായകനായി ശരത് ജോജിയെയും മികച്ച തിരക്കഥാകൃത്തായി രവിചന്ദ്രൻ ടിയെയും തിരഞ്ഞെടുത്തു. പാലക്കാടിൽ ചുട്ടുപൊള്ളുന്ന വേനലിന് ആശ്വാസം പകർന്നാണ് പനനൊങ്ക്. മായമില്ലാത്തതിനാൽ നൊങ്ക് കഴിക്കാൻ ആവശ്യക്കാരേറെയാണ്. എന്നാൽ ചൂട് കൂടിയതോടെ ഇത് കിട്ടാനില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. നൊങ്ക് ഒരു കഷ്ണത്തിന് 10 രൂപയാണ് വില. കേരള സർക്കാർ സംയോജിത ശിശുവികസന സേവന പദ്ധതി 2024-23 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസർക്കുള്ള പുരസ്കാരത്തിന് എടത്വ സ്വദേശി സിന്ധു ജിങ്ക ചാക്കോ അർഹയായി. പുരസ്കാര നേട്ടത്തിൽ പ്രസന്നൻ പാരൂർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.